എർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. നമ്മുടെ ന്യൂ സിലബസിലെ ഫസ്റ്റ് ചാപ്റ്റർ പോയമാണ്. അതിൻ്റെ പേര് നിർജർ എന്നാണ്. എഴുതിയത് രാംകുമാർ വർമ്മയാണ്. ഛായാവാദി കവിതയാണ് നിർജർ. നിർജർ എന്ന് വെച്ചാൽ വെള്ളച്ചാട്ടം എന്നാണ് അതിൻ്റെ അർത്ഥം. ഛായാവാദി കവിതയുടെ പ്രത്യേകതയാണ് പ്രണയം, പ്രകൃതി, അല്ലേ? ഇവയെക്കുറിച്ചുള്ള ചിത്രീകരണമാണ് ഛായാവാദി കവിതകളിൽ കാണപ്പെടുന്നത്. ആദ്യം നമുക്ക് കവിയെ ഒന്ന് പരിചയപ്പെടാം. രാംകുമാർ വർമ്മ. അദ്ദേഹം ജനിച്ചത് 1905 ആണ്, 1905. ജന്മസ്ഥാൻ സാഗർ, മധ്യപ്രദേശിലെ സാഗർ. അടുത്ത നോക്കി പ്രമുഖ രചനായും. അദ്ദേഹത്തിൻ്റെ പ്രമുഖ രചനകളാണ് അഞ്ജലി, ഹിമഹാസെ, നിശീത്. അടുത്ത കാര്യക്ഷേത്ര. എന്തെല്ലാം മേഖലകളാണ് അദ്ദേഹത്തിന് എന്നുവെച്ചാൽ ഏതെല്ലാം മേഖലകളിൽ അദ്ദേഹം എഴുതിയിരുന്നു? 1 കവിത, 2 ഏകാംഗി, അടുത്ത ആലോചന. പുരസ്കാർ, സമ്മാനങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ പത്മഭൂഷൺ, ദേവ പുരസ്കാർ. അദ്ദേഹത്തിൻ്റെ മരണം 1990 1990 അദ്ദേഹം മരിച്ചത്. ഇനി നോക്കിയാൽ നമുക്ക് പോയം ഒന്ന് വായിക്കാം. अरे निर्जन वन के निर्मल निर्जर, इसे एकांत प्रांत प्रांगण में किसे सुनाते सुमधुर स्वर. अरे निर्जन वन के निर्मल निर्जर, अपना ऊंचा स्थान त्याग कर क्यों करते हो अधपतन. कौन तुम्हारा वह प्रेमी है जिसे खोजते हो वन वन. ആദ്യം നോക്കിയേ. അരേ നിർജൻ വൻ കെ നിർമ്മൽ നിർജർ. കവി വെള്ളച്ചാട്ടത്തോടെ ചോദിക്കുകയാണ്. എന്തേ നോക്കിയേ. അരേ അല്ലയോ. നിർജൻ വൻ കെ നിർജൻ എന്ന് വെച്ചാൽ വിജനമായ, വൻ വനം വനത്തിൽ നിർമ്മലമായ വെള്ളച്ചാട്ടമേ. എന്താ ചോദിച്ചേ? അല്ലയോ വിജനമായ വനത്തിലെ എങ്ങനെയുള്ളതാ നിർമ്മലമായ വെള്ളച്ചാട്ടമേ. इस ഏകാന്ത പ്രാന്ത് പ്രാങ്കൺമേ. ഏകാന്തത, പ്രാന്ത് പ്രദേശം, പ്രാങ്കൺ മുറ്റം. ഇസ് ഏകാന്ത പ്രാന്ത് പ്രാങ്കൺ എന്ന് വെച്ചാൽ ഈ ഏകാന്തമായ പ്രദേശത്തിൻ്റെ മുറ്റത്ത്, അല്ലെ മുറ്റത്തിൽ, മേന്നപ്പം മുറ്റത്തിൽ. കിസെ സുനാത്തെ സുമധുര സ്വർ. കിസെ ആരെ, സുനാത്തെ സുന്ന കേൾപ്പിക്കുക. ആരെ കേൾപ്പിക്കാനാണ് മധുരമായ ശബ്ദത്തോടെ ഒഴുകുന്നത്? കവി ചോദിച്ചു, ആരെ കേൾപ്പിക്കാനാണ് മധുരമായ ശബ്ദത്തോടെ ഒഴുകുന്നത്? പാട്ടുപാടിക്കൊണ്ട് ഒഴുകുന്നത് പോലെയാണ് കവിക്ക് തോന്നിയത്. വീണ്ടും ആദ്യത്തെ ലൈൻ റിപ്പീറ്റ് ചെയ്തു. അരെ നിർജൻ വൻ കെ നിർമ്മൽ നിർജർ. അല്ലയോ നിർമ്മലമായ എന്ന് വെച്ചാൽ നിർജ്ജനമായ എന്ന് വെച്ചാൽ വിജനമായ വനത്തിലെ അല്ലെ വനാന്തരത്തിലെ നിർമ്മലമായ വെള്ളച്ചാട്ടമേ എന്ന് കവി വീണ്ടും വിളിച്ചു. അടുത്ത നോക്കി. അപ്പന ഊഞ്ചാസ്ഥാൻ ത്യാഗുക്കർ. അപ്പന എന്ന് വെച്ചാൽ സ്വന്തം തൻ്റെ എന്നൊക്കെ പറയാം. തൻ്റെ ഊഞ്ച എന്ന് വെച്ചാൽ ഉയർന്ന സ്ഥലം, ത്യാഗിന ത്യജിക്കുക, ഉപേക്ഷിക്കുക എന്ന വാക്കാണ്. നോക്കി. അപ്പന ഊഞ്ചാസ്ഥാൻ ത്യാഗുക്കർ. തൻ്റെ ഉയർന്ന സ്ഥാനം നീ എന്ത് ചെയ്തു? ത്യാഗം ചെയ്തിട്ടേ. ത്യാഗം ചെയ്യാന്ന് വെച്ചാൽ ത്യജിച്ചിട്ടേ, അല്ലെങ്കിൽ ഇല്ലാതാക്കിയിട്ടേ. ക്യോം കർത്തേ ഹോ അധപതൻ. നീ എന്തിനാണ് താഴേക്ക് പതിക്കുന്നത്? വെള്ളച്ചാട്ടം മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുകയാണ്, അല്ലേ? അപ്പം നിൻ്റെ ഉയർന്ന സ്ഥലമായിരുന്നു അത് നീ ത്യജിച്ചിട്ട് എന്തിനാണ് താഴേക്ക് പതിക്കുന്നത് എന്ന്. കോൻ തുമാര വഹ് പ്രേമി ഹേ. കോൻ ആര്, പ്രേമി എന്ന് വെച്ചാൽ പ്രേമി, അത് തന്നെയാണ്. നോക്കിയേ. കോൻ നിൻ്റെ പ്രിയതമൻ ആരാണ്, നിൻ്റെ പ്രേമി ആരാണ്? ജിസെ ഖോജത്തെ ഹോ വൻ വൻ. ഖോജിന തേടുക. അവനെ തേടുകയാണോ അല്ലെ അന്വേഷിക്കുകയാണോ ഈ കാട്ടിലൂടെ നീ പാട്ടും പാടി, അതായത് ഒഴുകുന്നത്, അല്ലെങ്കിൽ പാട്ടും പാടി പോകുന്നത്? നിൻ്റെ പ്രേമിയെ അന്വേഷിക്കുവാൻ വേണ്ടിയാണോ ഈ വനത്തിലൂടെ, അതായത് കാട്ടിലൂടെ പാട്ടും പാടി പോകുന്നത്, ഒഴുകി മനോഹരമായി പോകുന്നത് എന്ന് കവി നിർജറിനോട് ചോദിച്ചു. അടുത്ത നോക്കിയേ. വിരഹ വ്യഥാമേ അശ്രു ബഹാക്കറെ.
വിരഹ എന്ന് വെച്ചാൽ വേർപാട് അല്ലേ, വേർപാടിൻ്റെ വ്യത എന്ന് വെച്ചാൽ ദുഃഖം, ആശ്രു എന്ന് വെച്ചാൽ കണ്ണുനീർ, ബഹിന ഒഴിക്കുക പൊഴിക്കുക എന്നൊക്കെയാണ്. ഇനി ഒന്നിച്ച് നോക്കിയേ, വിരഹ വ്യതാമേം ആശ്രു ബഹാക്കറെ, വേർപാടിൻ്റെ ദുഃഖത്തിൽ കണ്ണുനീർ പൊഴിച്ച്, ജലമയക്കർ ഡാൽന സബ് തൻ, തന്നച്ച ശരീരം, ജലമയം ജലമയം തന്നെ. നോക്കിയേ, ജലമയക്കർ ഡാല സബ് തൻ, നിൻ്റെ ശരീരം സാരാ മൊത്തം മുഴുവനും ജലമയമാക്കിയിട്ടുണ്ട്. അതായത് എങ്ങനെയാണെന്നാ പറഞ്ഞേ, നോക്കിയേ, വേർപാടിൻ്റെ ദുഃഖത്തിൽ കണ്ണുനീർ പൊഴിച്ച് നീ എന്താ ചെയ്തേ, നിൻ്റെ ശരീരം മൊത്തത്തിൽ ജലമയമാക്കിയിട്ടുണ്ട്. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആണോ ഒഴുകി മുന്നോട്ട് പോകുന്നത് എന്ന്. അടുത്ത നോക്കിയേ, ക്യാ ധോനെ കോ ചലേ സ്വയം, ക്യാ ധോനെ കഴുകുക എന്ന വാക്കാണ് ധോനെ. ക്യാ എന്ന് വെച്ചാൽ എന്ത്, ക്യാ ധോനെ കോ ചലേ സ്വയം, സ്വയം സ്വയം തന്നെ, സ്വയം ഒഴുകിപ്പോകുന്നത് എന്തിനാണ്. ഈ ജലമയമാക്കി ശരീരം മുഴുവൻ ജലമയമാക്കി താഴേക്ക് ഒഴുകിപ്പോകുന്നത് എന്തിനാണ് എന്നാണ് കവിക്ക് സംശയം. നോക്കിയേ, അഭിദിത് പ്രേമിക്ക് പദരജ് കണ്, അഭിദിത് എന്ന് വെച്ചാൽ അജ്ഞാതനായ, പ്രേമിയുടെ സ്നേഹിതൻ്റെ പ്രേമിയുടെ, പദം എന്ന് വെച്ചാൽ കാല്, പദം കാൽപാദങ്ങൾ കേട്ടോ, പദം എന്ന് വെച്ചാൽ കാലാണ്, കാൽപാദം. രജ് കണ്, രജ് എന്ന് വെച്ചാൽ പൊടി, കണം കണം തന്നെ. ഇനി നോക്കിയേ, അജ്ഞാതനായ പ്രേമിയുടെ പാദത്തിൽ പറ്റിപ്പിടിച്ച അല്ലേ പൊടിപടലങ്ങൾ കഴുകുവാൻ ആണോ എന്ത് ചെയ്യുന്നേ ഒഴുകിപ്പോകുന്നത് എന്ന് കവിക്ക് തോന്നി. ഇങ്ങനെയുള്ള പ്രേമിയ, അവിദിത അജ്ഞാതനായ പ്രേമിയുടെ പാദത്തിൽ പറ്റിപ്പിടിച്ച അല്ല പറ്റിച്ചേർന്ന പൊടിപടലങ്ങൾ കഴുകുവാൻ ആണോ ഒഴുകിപ്പോകുന്നത്. എടുത്ത് നോക്കിയേ, ലഘു പാഷാണോം കെ ടുക്കടേ ഫി, ലഘു എന്ന് വെച്ചാൽ ചെറിയ, പാഷാൺ കല്ല്, ടുക്കട കഷണം. ഇനി നോക്കിയേ, ലഘു പാഷാണോം കെ ടുക്കടേ ഫി, ചെറിയ കല്ലുകളെ, അതിൽ നോക്കിയേ, ആ ചെറിയ കല്ലുകളുടെ കഷ്ണം പോലും, ചെറിയ കല്ലുകളെ എന്ത് ചെയ്തു, ആ കല്ലുകളുടെ കഷ്ണം പോലും എന്ത് ചെയ്യുന്നു, തുംകോ ദേത്തെ ഹേ ടോക്കറെ, തുംകോ നിന്നെ, ടോക്കർ എന്ന് വെച്ചാൽ കൂട്ടിയിടിച്ച് അല്ലേ, നിനക്ക് തടസ്സം ഉണ്ടാക്കിയിട്ട് അല്ലെ തരുന്നു. അപ്പോൾ ചെറിയ നദി നിർജ്ജർ ഇങ്ങനെ ഒഴുകിയാണ്, വെള്ളച്ചാട്ടം താഴേക്ക് വന്ന് ഒഴുകി ഒഴുകി പോകുന്നു. ആ പോകുന്ന പാതയിൽ എന്ത് ചെയ്യുന്നു നോക്കിയേ, ചെറിയ ചെറിയ കല്ലുകൾ എന്ത് ചെയ്യുന്നു, അവരുടെ കല്ലുകളുടെ കഷ്ണങ്ങൾ പോലും നിൻ്റെ പാതയിൽ ഉണ്ടാക്കിയിരിക്കുന്നു തടസ്സം അല്ലേ. തുംകോ ദേത്തെ ഹേ ടോക്കറെ, നിന്നെ കൂട്ടിയിടിച്ച് നിനക്ക് തടസ്സം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒഴുകുന്ന സ്ഥലത്ത് ചെറിയ ചെറിയ പാറകളുടെ കഷ്ണങ്ങളൊക്കെ കാണും, അത് ചെല്ലുമ്പോൾ ജലം അതിൽ തട്ടി മാറുന്നു, അത് ആ തടസ്സം ഉണ്ടാക്കുന്നു. ഷൻ ഫർഹി അവിച്ചിൽ ഹോക്കറെ, ഷൻ നിമിഷം, ഒരു നിമിഷം നീ എന്ത് ചെയ്യുന്നു, നിശ്ചലനാകുന്നു. അതായത് ഒഴുകി അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് ചെറിയ ചെറിയ പാറ കഷ്ണങ്ങൾ ഇരുന്ന് തടസ്സം ഉണ്ടാക്കിയത്. അപ്പോൾ നിർജ്ജർ എന്ത് ചെയ്തു, വെള്ളച്ചാട്ടം ഒരു നിമിഷം നിശ്ചലനാകുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയാതെ അല്ലേ. കമ്പിത് ഹോത്തെ ഹോ ഗതി ഖോക്കർ, ഖോന നഷ്ടപ്പെടുക, ഗതി എന്ന് വെച്ചാൽ പോക്ക് ഒഴുക്ക് പാത, അതായത് കമ്പിത് ഹോന വിറയ്ക്കുക. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കമ്പിത് ഖോക്കറെ, ഗതി നഷ്ടപ്പെട്ടപ്പോൾ അതിനെന്തുണ്ടായി, വിറയൽ ഉണ്ടായി. ഒഴുകുന്നതിൻ്റെ ആ ഒഴുകി ചെന്നപ്പോൾ ആ ഒഴുക്കിൻ്റെ വേഗത എന്ത് ചെയ്തു, കുറഞ്ഞു. അതിന് എന്തുണ്ടായി, അതിൻ്റെ കൂടെ ഖോക്കർ എന്ന് വെച്ചാൽ ഗതി അതിനെ നഷ്ടപ്പെടുകയും ചെയ്തു. അതാണൊരു വിറയൽ അതിൻ്റെ കൂടെ ഉണ്ടായത് നമ്മുടെ നിർജ്ജറിനെ. മനസ്സിലായ ഇവിടം ഒഴുകിച്ചെന്ന നമ്മുടെ നിർജ്ജറിൻ്റെ പാത എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു. അപ്പോൾ അത് കമ്പിത് ഹോനെ വിറയ്ക്കുകയും ചെയ്തു. ലഘു ലഹറോം കെ കമ്പിത് കർസേ, ലഘു ലഹറോം, ലഹർ എന്ന് വെച്ചാൽ അലകൾ, ലഘു എന്ന് വെച്ചാൽ ചെറിയ, ചെറിയ ലഹറോം കെ കമ്പിതേ, ചെറിയ തിരമാലകൾ, അതാ ചെറിയ ചെറിയ തിരമാലകളുടെ, കമ്പിത എന്ന് വെച്ചാൽ വിറയൽ അല്ലേ, ആ വിറയ്ക്കുന്ന, കർന്ന് വെച്ചാൽ കരങ്ങൾ കൊണ്ട്, ഇപ്പം ചെറിയ തിരമാലകളുടെ വിറയ്ക്കുന്ന കരങ്ങൾ കൊണ്ട്, കർത്തെ ഉത്സുക ആലിംഗൻ, നിന്നെ എന്ത് ചെയ്യുന്നു, ആ ഉത്സുക ആകാംക്ഷയോടെ ആലിംഗനം ചെയ്യുന്നു. ചെറിയ ചെറിയ തിരമാലകളുടെ വിറയ്ക്കുന്ന
കൈകൾ അല്ലേ, ആ കൈകൾ കൊണ്ട് എന്ത് ചെയ്യുന്നു, നിന്നെ ആകാംക്ഷയോടെ ആലിംഗനം ചെയ്യുന്നു. കോൻ തുമേ പദ് ബദലാത്താ ഹേ, കവി ചോദിച്ചു കോൻ ആരാണ്, തുമേ നിനക്ക്, പദെന്ന് വെച്ചാൽ വഴി, ബദലാന പറഞ്ഞു തരിക, ആരാണ് നിനക്ക് വഴി പറഞ്ഞു തരുന്നത്. മൗന ഖടേ ഹേ സബ് തരുഗൺ, ഇപ്പോൾ ഒഴുകിപ്പോകുന്ന ആ ഒരു വനാന്തരത്തിലെ മറ്റാരുമില്ല, അവിടെ നിൽക്കുന്ന ആരാണ്, തരുന്ന് വെച്ചാൽ വൃക്ഷങ്ങളുടെ ഗൺ എന്ന് വെച്ചാൽ കൂട്ടം. മൗന കടേ, മൗനം എന്ന് വെച്ചാൽ മൗനമായി മിണ്ടാതെ, മൗന കടേ ഹേ സബ് തരുഗൺ. കവിയുടെ സംശയമാണ് ആരാണ് നിനക്ക് വഴി പറഞ്ഞു തരുന്നത്. അവിടെ നിൽക്കുന്ന ആരാണ്, തരുക്കൾ അതായത് വൃക്ഷങ്ങൾ, മൗനമായി നിലകൊള്ളുന്ന മരങ്ങളുടെ കൂട്ടം, അതായത് നിശബ്ദമായി നിൽക്കുന്ന മരങ്ങളുടെ കൂട്ടമാണ് അവിടെയുള്ളത്. പിന്നെ ആരാണ് നിനക്ക് വഴി പറഞ്ഞു തരുന്നത് എന്ന് കവി ചോദിച്ചു. അവിജൽ ചൽ ജൽ കാ ചൽ ചലെ, അവിജലെ ചലിക്കാതെ പോകുന്ന, നോക്കിയ ജലത്തിൻ്റെ ആ കളകള ശബ്ദം നാദം, ജലം ഇങ്ങനെ ഒഴുകുമ്പോൾ അതിലൂടെ ഒഴുകിച്ചെന്നലെ ഒഴുകി വരുന്ന ആ കളകളെ ശബ്ദം, ജൽക്കാ ചൽ ചൽ എന്ന് വെച്ചാൽ ജലത്തിൻ്റെ കളകളമായ ആ ശബ്ദം. ഗിരി പർ ഗിരി ഗിരി കർ കൾ കൾ സ്വറെ, നോക്കിയ ഗിരി എന്ന് വെച്ചാൽ പർവ്വതം കേട്ടോ, ഗിരി പർ ഗിരി ഗിരി കർ കള സ്വറെ, പർവ്വതങ്ങളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, വെള്ളച്ചാട്ടം താഴേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ് പർവ്വതങ്ങളിൽ നിന്ന്, ഗിരിയിൽ നിന്ന്, ഗിരിക്കർ കളകളെ, അതായത് പർവ്വതങ്ങളിൽ നിന്നാണ് വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം വരുന്നത്. കളകള ശബ്ദത്തോടെ അവ ഒഴുകുകയും ചെയ്യുന്നു. പൽ പൽമേ പ്രേമിക്കേ മൻമേ, പൽ എന്ന് വെച്ചാൽ നിമിഷം, പൽ ഓരോ നിമിഷവും, പ്രേമിക്കേ മൻമേ പ്രേമിയുടെ മനസ്സിൽ, ഗൂഞ്ചേ ഗൂഞ്ചന മുഴങ്ങുക, ഗൂഞ്ചന എന്ന് വെച്ചാൽ മുഴങ്ങുക എന്ന വാക്കാണ് കേട്ടോ. ഓ വിരഹി നിർച്ചറെ, ഓരോ നിമിഷവും പ്രേമിയുടെ, സ്നേഹിതൻ്റെ അല്ലെ പ്രേമിയുടെ മനസ്സിൽ എന്ത് ചെയ്യുന്ന പറഞ്ഞ് പ്രതിധ്വനി ഉണ്ടാകുന്നു. പ്രതിധ്വനിക്കട്ടെ എന്താ, അല്ലയോ വിരഹി നിർച്ചറെ, അല്ലയോ വിരഹിയായ എന്ന് വെച്ചാൽ വിരഹം അനുഭവിക്കുന്ന അല്ലയോ വെള്ളച്ചാട്ടമേ. ചോദിക്കുകയാണ് ഓരോ നിമിഷവും പ്രേമിയുടെ മനസ്സിലെ പ്രതിധ്വനി ഉണ്ടാക്കിയിട്ട് അല്ലേ, അല്ലയോ വിരഹിയായ നിർച്ചറേ വെള്ളച്ചാട്ടമേ എന്ന് കവി അതിനോട് ചോദിച്ചു. ആരോടാ ചോദിച്ച, വെള്ളച്ചാട്ടത്തോട്. അപ്പോൾ നമ്മുടെ വെള്ളച്ചാട്ടം പ്രേമികയായിട്ടാണ് കവിക്ക് തോന്നിയത്. ഇവിടെ എന്താ ചെയ്തേ, കാമുകിയായിട്ട് അല്ല, അതായത് പ്രേമികയായിട്ട്. അതിൻ്റെ രൂപത്തിലാണ് വെള്ളച്ചാട്ടം ഒഴുകുന്നത്. ആരെ തേടിപ്പോകുന്നു, അതിൻ്റെ പ്രേമിയെ തേടി മുന്നോട്ട് പോകുന്നു. അങ്ങനെയല്ലേ, പല സ്ഥലങ്ങളിലൂടെ അത് ഒഴുകി ഇങ്ങനെ ബഹ്ന ഒഴുകി പോകുന്നു. മുന്നോട്ടാണ് പോകുന്നത്. ആ മുന്നോട്ടുള്ള ജീവിക്കാൻ, അതായത് മുന്നോട്ട് ജീവിക്കാനുള്ള സന്ദേശമാണ് ഇവിടെ കവി നമുക്ക് നൽകുന്നത് അല്ലേ. എന്ത് ചെയ്യുന്നു, നിർജ്ജറെ ഒഴുകി മുന്നോട്ട് നീങ്ങുന്നു. ആ നീങ്ങുന്നത് ആരെ തേടിയാണ്, അതിൻ്റെ സ്നേഹിതനെ, പ്രേമിയെ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള ഒരു സന്ദേശമാണ് കവി ഇതിലൂടെ നൽകുന്നത്. ഇതാണ് നിർജ്ജർ എന്ന മനോഹരമായ ആ ഒരു പദ്യം കേട്ടോ. പഠിച്ച് വെക്കണം എല്ലാ മക്കളും കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആക്ടിവിറ്റീസ് തരാം. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യുക, മറ്റു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.